ആധുനിക വിദ്യാഭ്യാസ രംഗത്തെ അവസരങ്ങൾ ഫലപ്രദമായി പ്രയോജനപ്പെടുത്തി ആഗോള മാറ്റങ്ങൾക്കനുസരിച്ച് വിദ്യാർത്ഥികൾ മുന്നേറണമെന്ന് CK കാസിം MLA പറഞ്ഞു. കൊടിയത്തൂർ സർവീസ് ഫോറം ഖത്തർ സംഘടിപ്പിച്ച ഇനായ ആസ്പെയർ സ്കോളർഷിപ്പ് വിതരണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൊടിയത്തൂർ സർവീസ് ഫോറം ഖത്തറിന്റെ ആഭിമുഖ്യത്തിൽ ഇനായ ആസ്പെയർ സ്കോളർഷിപ്പ് വിതരണം നടന്നു. CK കാസിം MLA ഉദ്ഘാടനം ചെയ്തു. ആധുനിക വിദ്യാഭ്യാസ രംഗത്തെ അവസരങ്ങൾ ഫലപ്രദമായി പ്രയോജനപ്പെടുത്തി ആഗോള മാറ്റങ്ങൾക്കനുസരിച്ച് വിദ്യാർത്ഥികൾ മുന്നേറണമെന്ന് MLA പറഞ്ഞു. വിദ്യാഭ്യാസ പ്രോത്സാഹന പദ്ധതികൾ സമൂഹം ഒറ്റക്കെട്ടായി പിന്തുണയ്ക്കേണ്ട ഒരു ആശയപരമായും അതോടൊപ്പം തന്നെ ലക്ഷ്യബോധത്തോടുകൂടി നടപ്പിലാക്കുന്ന പദ്ധതി എന്ന നിലയ്ക്ക് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി പിന്തുണയ്ക്കേണ്ട ഒരു സംവിധാനമാണ് എന്ന് നമുക്കറിയാം. ക്ഷമാസുണ്ട്. അടുത്ത ആൾക്കുള്ള അടുത്തത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഞാൻ നേരത്തെ സൂചിപ്പിച്ച സർവീസ് ഫോറം പ്രതിനിധി MA അബ്ദുസലാം മൗലവി അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T കവിത, എക്സ് സർവീസ് ഫോറം പ്രസിഡന്റ് EK മായിൻ, അമീൻ കൊടിയത്തൂർ, MK മനാഫ് തുടങ്ങിയവർ സംസാരിച്ചു. ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ P അഹമ്മദ് കുട്ടി, ആയിഷ ചേലപ്പുറത്ത്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ MP ജുമൈല, പ്രേമ കോട്ടബൽ എന്നിവർ സ്കോളർഷിപ്പ് വിതരണം നടത്തി. കോഴിക്കോട് ഗവൺമെൻറ് ലോ കോളേജ് വൈസ് പ്രിൻസിപ്പൽ Dr. PK അനീസ് ഉന്നത പഠനം, കരിയർ തെരഞ്ഞെടുപ്പ്, ജീവിത ലക്ഷ്യങ്ങൾ എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു. പ്രദേശത്തെ 82 വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്തത്. AM ഇർഷാദ്, AE നാസർ, PV അബ്ദുറഹ്മാൻ, മുഹമ്മദ് പുതിയോട്ടിൽ, TT അബ്ദുള്ള, TT അബ്ദുറഹ്മാൻ, യാസിൻ കണ്ണാട്ടിൽ, TK ഉമ്മർ തുടങ്ങി നിരവധി പേർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, മുക്കം.